എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം CAA നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്നതിൻ്റെ യഥാർത്ഥ പൊളിറ്റിക്സ് മനസ്സിലാക്കിക്കൊണ്ട് ആ കെണിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട മുസ്ലിം കക്ഷികളൊക്കെ നീങ്ങുന്നത്. KSRTCയിൽ കൃത്യസമയത്ത് ശമ്പളം കൊടുക്കാൻ സാധിക്കാത്തത്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ആവശ്യത്തിന് സാധനങ്ങളില്ലാത്തത്, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ സർക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായ വികാരമുണ്ടാക്കാൻ പര്യാപ്തമായ ഘടകങ്ങളുമാണ് അതുണ്ടായിട്ടുമുണ്ട്. BJP ഇതര സർക്കാരുകളെ എങ്ങനെയാണ് അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്, അതിൻ്റെ തുടർച്ചയായിട്ടാണ് സാമ്പത്തിക രംഗത്ത് ഈ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിട്ടത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് മുന്നണികളുടെയും LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾ 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുകയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് ഊർജിതമാവുകയും ചെയ്തിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥികളും ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് BJP ഇനി പ്രഖ്യാപിക്കാനുള്ളത്. അതെന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്ന ചോദ്യം BJP തന്നെ ഉന്നയിക്കുന്നു എന്നുള്ള മട്ടിൽ, BJP പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നു എന്നുള്ള മട്ടിലുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം വലിയ തോതിൽ ചൂടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനിടയുള്ള, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തോതിൽ ചർച്ചയാവുന്ന വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനിടയുള്ള വിഷയങ്ങളെന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നത് കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. CAA വന്നപ്പോൾ തന്നെ, ആ നിയമ ഭേദഗതി 2019 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു പ്രദേശം കേരളമായിരുന്നു. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത് നടപ്പാക്കപ്പെടുമ്പോൾ അത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടെ വലിയ തോതിൽ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഉള്ളത് MP പ്രശാന്താണ്, സീനിയർ ജേർണലിസ്റ്റ്. ഈ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പറയുന്ന പ്രഖ്യാപനം വരുന്നത്. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിക്കൊണ്ടുള്ള, അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട്, പോർട്ടൽ തുടങ്ങിക്കൊണ്ട് ഒക്കെ. കേരളത്തിൽ സവിശേഷമായ പ്രാധാന്യം ഇതിനുണ്ട് താനും. കേരളത്തിലെ രാഷ്ട്രീയം നമ്മൾ പരിഗണിക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികളും CAAക്കെതിരാണ്. അതേസമയം 2 മുന്നണികളും പരസ്പരം ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പൗരത്വ ഭേദഗതി നടപ്പാക്കിയത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനിടയുള്ളത്? അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ചലനങ്ങൾ എങ്ങനെ ഇരിക്കും എന്നതനുസരിച്ചായിരിക്കും ആ കാര്യം തീരുമാനിക്കപ്പെടുക എന്ന് തോന്നുന്നു. കാരണം ഇക്കാര്യത്തിൽ CPM എന്തായാലും ഒരു പടി മുന്നിൽ തന്നെയാണ്. അപ്പം റാലികൾ, വൻതോതിൽ റാലികൾ സംഘടിക്കപ്പെടുന്നു. ഗവൺമെൻറ് തന്നെ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ഗവൺമെൻറ് തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ ഇതിൻ്റെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു. ഇത് നടപ്പിലാക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഈ ഒരു പ്രാക്ടിക്കബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ വേറെ കാര്യമാണ്. എങ്കിലും വളരെ കൃത്യമായി തന്നെ ഇതൊരു നിലപാടെടുക്കുകയും ചെയ്യുന്നു. വളരെ അത്ഭുതകരമായ കാര്യം, കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ രാമജന്മഭൂമി അല്ലെങ്കിൽ രാം ടെമ്പിൾ പ്രശ്നത്തിലൊക്കെ ഒരാഴ്ച 2 ആഴ്ച എടുത്തിട്ടാണ് കോൺഗ്രസ് പ്രതികരിച്ചതെങ്കിൽ ആ ദിവസം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് പ്രതികരണങ്ങളുണ്ടായി. തീരെ പ്രതീക്ഷിക്കാത്ത കോൺഗ്രസ് നേതാക്കൾ പോലും ഇത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ വരുന്നു. അപ്പോൾ ഇത് കേരളത്തിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, CAA വേണം എന്ന് പറയുന്ന അല്ലെങ്കിൽ CAA അനുകൂലിക്കുന്ന BJP ഒഴിച്ചുള്ള കക്ഷികളാരും പരസ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ 2 മുന്നണികൾ തമ്മിൽ ആരാണ് കൂടുതൽ മികച്ച CAA വിരുദ്ധർ എന്ന രീതിയിലായിരിക്കും അത് നിർണ്ണയിക്കാൻ പോകുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഇത് എങ്ങനെ ഒരു ഘടകം മാത്രമാണിത്. ഇതിൽ പല ഘടകങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് നേരത്തെ ലീഗിന് സീറ്റ് നിശ്ചയിച്ച സംഭവം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇതിനേക്കാളെല്ലാം ഉപരിയായി ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് സ്ഥായിയായി നിലനിന്നിരുന്ന ഒരു വികാരമായിരുന്നു. അത് തിരഞ്ഞെടുപ്പിനെ വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിഷയമായിരുന്നു. നമ്മൾ 2 ഉപതെരഞ്ഞെടുപ്പ് കണ്ടത്, തൃക്കാക്കരയിലും വലിയ ഭൂരിപക്ഷം, പുൽപ്പള്ളിയിൽ കണ്ട ഭൂരിപക്ഷം, അതെ, പുതുപ്പള്ളിയിലുണ്ടായിരുന്ന ഭൂരിപക്ഷം, അതൊക്കെയും കൃത്യമായ രീതിയിൽ ജനവികാരത്തിൻ്റെ ഒരു സൂചനകളാണ്. അപ്പോൾ ഈ CAA അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ
എങ്ങനെയാണ് ഈ ഭരണവിരുദ്ധ വികാരത്തെ കവച്ചു വെക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും. അതായത് ഒരു വശത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ട്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് വളരെ ജനറലായിട്ടുള്ള വാക്കാണ്. പിണറായി വിരുദ്ധ വികാരം എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ വാക്ക്. ആ ഒരു വിരുദ്ധ വികാരം എത്രമാത്രം ശക്തമാണ്, അല്ലെങ്കിൽ CPM-ൻ്റെ ഈ ന്യൂനപക്ഷ സംരക്ഷണ മുഖം എത്രമാത്രം ശക്തമാണ്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസിങ്, ഇതിലേതാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നതനുസരിച്ചിരിക്കും ഇനി ഒരു മാസത്തിലധികം ഉണ്ടല്ലോ, അതിൽ എങ്ങനെയാണ് ഇതിലേതാണ് മുൻതൂക്കം കിട്ടുന്നത് എന്നതിനനുസരിച്ചിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് CAA-യുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പലതിൻ്റെയും കാര്യത്തിൽ എന്ന പോലെ ഈ ഒരു വശത്ത് ഗവൺമെൻറ്റിനോടുള്ള വിരുദ്ധ വികാരവും മറിച്ച് മറ്റേതെങ്കിലും ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവും ഇത് രണ്ടും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ ഏതിനാണ് മുൻതൂക്കം കിട്ടുന്നത് എന്നതനുസരിച്ചിരിക്കും ഇനി ഇതിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നതെന്നാണ് തോന്നുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ക്ഷേമ പെൻഷൻ മാസങ്ങൾ കുടിശ്ശികയായത്, സർക്കാർ ശമ്പളം ഒരു മാസമെങ്കിലും ഒരു മാസം വൈകിയത്, KSRTC-യിൽ കൃത്യസമയത്ത് ശമ്പളം കൊടുക്കാൻ സാധിക്കാത്തത്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ആവശ്യത്തിന് സാധനങ്ങളില്ലാത്തത്, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ സർക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായ വികാരമുണ്ടാക്കാൻ പര്യാപ്തമായ ഘടകങ്ങളുമാണ്, അതുണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇതിനൊക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം ഇത് കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്നൊരു ന്യായം സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. CPM അത് പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് ഈ CAA എന്ന് പറയുന്നൊരു ഫാക്ടർ വരുന്നത്. CAA നടപ്പാക്കിക്കൊണ്ടുള്ളൊരു പ്രഖ്യാപനം വരുന്നത്. അത് കേന്ദ്രവിരുദ്ധമായ ഒരു സ്റ്റാൻഡിനെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന, CPM എടുത്തുകൊണ്ടിരിക്കുന്ന ആ സ്റ്റാൻഡിനെ കുറച്ചുകൂടെ ഉറപ്പിച്ച് നിർത്താൻ, ഇത് കുറച്ച് വൈകാരികമായൊരു വിഷയം കൂടിയാണല്ലോ, നിയമപരമായ വിഷയമാണ്, ഒരു വിഭാഗത്തെ പുറന്തള്ളുന്ന വിഷയമാണ്. ഇതൊക്കെ ആയിരിക്കെ തന്നെ ഇതിലൊരു വൈകാരികതയുടെ എലിമെൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഈ കേന്ദ്രത്തിനെതിരായൊരു പോസ്റ്ററിങ്ങിനെ കുറെക്കൂടെ ബലപ്പെടുത്താൻ പാകത്തിലേക്ക് ഈ വിഷയത്തെ ഉപയോഗിക്കാൻ ഒരു പക്ഷേ CPM-ന് സാധിക്കില്ല. ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രം എങ്ങനെയാണ് ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നത്, അത് ഈ ഒരു നേരത്തെ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ മാത്രമല്ല, ഗവർണറുടെ ഇഷ്യൂ, അതുപോലെ നിരവധി വിഷയങ്ങളിൽ BJP ഇതര സർക്കാരുകളെ എങ്ങനെയാണ് അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്, അതിൻ്റെ തുടർച്ചയായിട്ടാണ് സാമ്പത്തിക രംഗത്ത് ഈ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് എന്നുള്ളത് പ്രചരിപ്പിക്കുന്നതിലും അതിലൊരു ചെറിയ വാസ്തവമുണ്ട് താനും. അത് അവതരിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞത് അത് സുപ്രീം കോടതി പോകുന്നതോടുകൂടി അതിനെ ബലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതിക്ക് തന്നെ ഒരു ബോധ്യം വരുന്ന രീതിയിൽ അവിടെ കേസ് പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഗഡു കൂടി അനുവദിക്കാമെന്ന് പറയുന്ന രീതിയിലൊക്കെ പോകുന്നത്, ഇതൊക്കെ ചിന്തയുടെ ലെവലിലാണ്, അതായത് ഇൻ്റലക്ച്വൽ ലെവലിലാണ്. ഒരുപക്ഷെ വോട്ടിന് സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് കുറച്ചുകൂടി ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള ഒരു പോസ്റ്ററിങ് അത് കൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ എത്രത്തോളം കഴിയും എന്നുള്ളത് ഇത്തരം ചൂണ്ടിക്കാട്ടിയ പോലെ സന്ദർഭങ്ങൾ മാത്രമല്ല, മറ്റതൊന്നുണ്ടായത് അക്രമ രാഷ്ട്രീയം എന്നുള്ളത്. അപ്പോൾ അതിന് എന്തായാലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. പിന്നെ ഒന്നുള്ളത് ഇവർ പറയാതെ പറയുന്നത് ഈ ഏകാധിപത്യ പ്രവണത, അത് കേന്ദ്രത്തിൻ്റെ അതേ സ്വഭാവമാണുള്ളത്. ഈ രണ്ട് കാര്യങ്ങളിലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനാവില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രവിരുദ്ധ വികാരം ആളിക്കെത്തിക്കാൻ ശ്രമിക്കുമ്പോഴും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ചെറിയ രൂപമാണ് കേരളത്തിൽ പിണറായി വിജയനും ചെയ്യുന്നത് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് അതിന് പകരം വെക്കാൻ എങ്കിലും കോൺഗ്രസ്സിന് കഴിയുന്നുണ്ട്. അതിൻ്റെ ലെവൽ എത്രത്തോളം ഉള്ളതാണ് പ്രശ്നം, എത്രയാണ് പ്രശ്നം. എങ്ങനെയാണ് അപ്പോൾ കേരളത്തിൽ UAPA നടപ്പിലാക്കുന്നത്? കേന്ദ്രത്തിൽ UAPA നടപ്പിലാക്കിയ അതേ രൂപത്തിൽ ആണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. CPM-ൻ്റെ നയം അതല്ല എന്ന് കേന്ദ്ര നേതൃത്വം പറയുമ്പോഴും അലൻ താഹ കേസിൽ മുതൽ നമ്മൾ നിരവധി കേസുകളിൽ നമ്മൾ കാണുന്നത് കേന്ദ്രത്തിൽ എൻകൗണ്ടർ കില്ലിങ് അത് വേറൊരു ഇതാണ്. അത് CPI പോലുള്ള സംഘടനകൾ പോലും അതിനെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീടത് വരെ നിലപാട് മാറ്റിയെന്ന് തോന്നി, ഇപ്പോൾ അതിങ്ങനെ പറയുന്നത് കാണുന്നില്ല.
അപ്പോൾ ഒരു വശത്ത് കേന്ദ്രവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോഴും മറ്റൊരു വശത്ത് കേന്ദ്രത്തിൻ്റെ പോളിസി അതേപോലെ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള ആർഗ്യുമെൻറ്റും കൂടിയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഈ രണ്ട് തമ്മിൽ ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത്, ഏതാണ് വൈകാരികമായി ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് എന്നനുസരിച്ചിരിക്കും ഈ വോട്ടിംഗ് പാറ്റേൺ എന്നാണ് തോന്നുന്നത്. ഇത് പറയുമ്പോഴേ നമ്മളിപ്പോൾ കേരളത്തിലിപ്പോൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളുടെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പൊതു തെരഞ്ഞെടുപ്പാണെങ്കിലും നമ്മൾ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അത് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു അലൈൻമെൻറ്റ് അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ വളരെ നിർണായകമായി സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ UDF ജയിക്കുമ്പോൾ ഓഫ് കോഴ്സ് ശബരിമല എന്ന് പറയുന്നത് ഒരു ഫാക്ടറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധി വരുന്നു, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഒരു ഒറ്റക്കക്ഷിയാകേണ്ട ആവശ്യമുണ്ട് എന്നൊരു പ്രചരണം വരുന്നു. അപ്പോൾ മൈനോറിറ്റി വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നു. ഇതാണ് കോൺഗ്രസ്സിന് വലിയ വിജയം സമ്മാനിക്കുന്നത്. അതിന് തൊട്ടു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ കൺസോൾട്ടേഷൻ ലെഫ്റ്റിനെ സഹായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ ഉറപ്പിച്ചെടുക്കാൻ ഈ CAA ഫലപ്രദമായി ഉപയോഗിക്കുക ഒരുപക്ഷെ CPM ആയിരിക്കും എന്ന് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സംഘടനാ സംവിധാനം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ കുറെ കൂടെ ബെറ്റർ സംഘടനാ സംവിധാനമുള്ള CPM-ന് ഈ റാലികൾ, താഴെത്തലത്തിലുള്ള പ്രചരണം, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ? ഈ 2019 ആദ്യമായി CAA നടപ്പിലാക്കുമ്പോൾ തീരുമാനിക്കുമ്പോൾ ഉണ്ടായ പ്രതികരണവും ഇപ്പോഴത്തെ പ്രതികരണവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഇപ്പോഴുള്ള പ്രതികരണം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത് നടപ്പിലാക്കിയത് ഒരു കൺസോളിഡേഷന് വേണ്ടിയിട്ടാണ് എന്ന് പച്ചയായ ഒരു പൊളിറ്റിക്സ് മാത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുകയും അത് കണ്ടിട്ട് ഒരു കൺസോളിഡേഷൻ ഉണ്ടാവുകയും ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ പ്രതീക്ഷിച്ച രീതിയിലല്ല ഇപ്രാവശ്യം മുസ്ലിം സമുദായം അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. വളരെ ഗാർഡഡായിട്ട് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം പരസ്യമായ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഉണ്ടായിരുന്ന 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വളരെ ഗാർഡഡായിട്ടുള്ള ഒരു വളരെ എന്താ പറയുക ഒരു വളരെ വൈസായിട്ടുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള വിവേകപൂർണമായിട്ടുള്ള ഒരു സമീപനമാണ് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പിന് തലേ ദിവസം CAA നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്നതിൻ്റെ യഥാർത്ഥ പൊളിറ്റിക്സ് മനസ്സിലാക്കിക്കൊണ്ട് ആ കെണിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട മുസ്ലിം കക്ഷികളൊക്കെ നീങ്ങുന്നത്. അവർ ചെയ്തത് കൃത്യമായി കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് അതിന് അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുക്കാനുള്ള ശ്രമം, ഒരു ലീഗൽ ഫൈറ്റ് ആണ് കൃത്യമായിട്ട് അപ്പോൾ അത് കൃത്യമായൊരു മാറ്റമാണ്. കാരണം BJP എന്താണ് ഉദ്ദേശിച്ചത് അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട എന്നുള്ള, ആ കെണിയിൽ വീഴേണ്ട എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം CAA വിരുദ്ധ നിലപാടുകൾ ഇങ്ങനെ പരസ്യമായി എടുക്കുന്നത് കൊണ്ട് വലിയ മെച്ചമുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം അതിൻ്റെ പെർസെൻറ്റേജിൽ ഈ CAA എന്നുള്ളത് എത്രമാത്രം ഒരു വലിയ വിഷയമായി വരും എന്ന്, കാരണം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന കക്ഷിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അത് CAA വിരുദ്ധ സമരം മാത്രമല്ല മറ്റ് ഘടകങ്ങളും കാര്യമായി ഇതിനെ സ്വാധീനിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത് പറയുമ്പോൾ ഈ മറ്റ് ഘടകങ്ങൾ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കോൺഗ്രസ് ഒരു വലിയ സർപ്രൈസ് ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കി. കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്നു, പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരുന്നു. ഈ 2 ചേഞ്ച്, ഈ കോൺഗ്രസ് നടത്തിയ ഈ ചേഞ്ച് UDFൻ്റെ ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റം എന്താണ്? അത് ഒരു കേരളത്തിൻ്റെ മൊത്തം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത് ശേഷം BJP ആയിട്ടുള്ള ഫൈറ്റിൽ UDF ആത്മാർത്ഥതയുണ്ട് എന്ന് ഒരു പ്രതീതി ഉണ്ടാക്കാനെങ്കിലും UDF കഴിഞ്ഞിട്ടുണ്ട്.
കാരണം മുരളീധരനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് തൃശ്ശൂരിൽ നിർത്തുകയും അതുവഴി BJPയുടെ ഏതെങ്കിലും വിജയസാധ്യതകളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും, അല്ലെങ്കിൽ ആ BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളാം എന്നുമാണല്ലോ അവിടെ പറയുന്നത്. ആ ഒരു നിലപാട് വാസ്തവത്തിൽ കോൺഗ്രസ്സിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഷാഫിയുടെ വടകരയിലെ വരവും നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ വലിയ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത എത്രമാത്രം വോട്ടായി മാറുന്നു എന്നല്ല, മറിച്ച് ലീഗിൻ്റെ അണികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു ആവേശം നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു മാറ്റം വളരെ ടാക്റ്റിക്കലായിട്ട് ആദ്യം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് വലിയ വിഡ്ഢിത്തമാണ് എന്ന രീതിയിലാണ് അതിനെ വർക്കൗട്ട് ചെയ്യുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ പ്രതീക്ഷകളെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് പ്രത്യേകിച്ച് മുരളീധരൻ്റെ തൃശ്ശൂരിലുള്ള സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിനും UDFനും അനുകൂലമായിട്ടുള്ളൊരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് പറയുമ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് ഇത്തവണയും വയനാട്ടിലുണ്ട്. രാഹുൽ ഗാന്ധി അവിടെ തന്നെ മത്സരിക്കുന്നു. ഒപ്പം KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നു. ഇത് കഴിഞ്ഞ തവണ രാഹുൽ വന്നപ്പോഴുണ്ടാക്കിയ ഒരു വേവ് ഉണ്ട് UDFന് അനുകൂലമായിട്ട്. അതിൻ്റെ റെപ്പറ്റീഷൻ ഇത്തവണ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അത്തരമൊരു വേവ് ഇത്തവണ ഉണ്ടാകുമോ? അതേസമയം ഇപ്പോൾ എല്ലാ ദേശീയ നേതാക്കളും കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പ് ഏതാണ്ട് 2ഉം 3ഉം 2ഉം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഇവിടെ മത്സരിക്കാൻ വരുന്നു എന്നുള്ളത് കോൺഗ്രസിന് മറ്റിടങ്ങളിലൊന്നും ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേതാണ് മുന്നിൽ നിൽക്കുക? അല്ല, രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പോലത്തെ ഒരു സ്വീകരണം ഉണ്ടാവുമെന്ന് കോൺഗ്രസ്സുകാർ പോലും പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒരു എന്താ പറയുക ഒറ്റപ്പെട്ട സംഭവമാണ്. രണ്ടാമത് ആവർത്തിക്കുകയാണെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവം ആവില്ലല്ലോ. അപ്പോൾ അതൊരു 4.5 ലക്ഷം വോട്ട് എന്നുള്ളത് അത് വൺ ടൈം വണ്ടർ എന്ന് പറയുന്നതാണ്. അത് എന്തായാലും ആവർത്തിക്കപ്പെടാനിടയില്ല. പിന്നെ ഈ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ ചോദ്യചിഹ്നമാണത്. അത് എന്തിനാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത്. അത് CPMനെതിരെ മത്സരിക്കുന്നു എന്നത് മാത്രമല്ല, ഇപ്പം ഇന്നലെ നടന്ന മഹാരാഷ്ട്രയിൽ നടന്ന ഇതിൽ നിന്ന് CPIയും CPIയും മാറി നിന്നു. അങ്ങനെ അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥിത്വം അവരുടെ കാര്യം ഭദ്രമാക്കുക എന്നുള്ള തീർച്ചയായിട്ടും അത് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ. അത് ഇതിനേക്കാൾ ഒരു വലിയ ഒരു സഖ്യം എന്നുള്ളത്, ഈ സഖ്യം എന്നൊക്കെ പറയുന്നത് ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട്, അതിൻ്റെ സ്പിരിറ്റ് കോൺഗ്രസ് എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട്, അത് അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ഈ ദേശീയ തലത്തിലുള്ള UPA എന്നുള്ള സഖ്യം എന്നുള്ളത് വേറെ ഒരു ഗതിയും ഇല്ലാത്തത് കൊണ്ട് കോൺഗ്രസ്സിന് ഈ പഴയ അതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് അവരുടെ ദേശീയ നേതൃത്വം ഇതുവരെ മുക്തമായിട്ടുണ്ടോ സംശയം. ഞങ്ങൾ ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന കക്ഷി എന്നുള്ള ഒരു ഭൂതകാല കുളിരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത് ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാകുന്ന പല പ്രക്രിയകൾക്കും ഒരു കാരണം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഈ നയമായിരിക്കും. അത് യഥാർത്ഥത്തിലുള്ള ഒരു ഫെഡറൽ ഒരു മുന്നണിയുടെ സ്പിരിറ്റ് കോൺഗ്രസ് അത് ഇൻറ്റേർണലൈസ് ചെയ്യുക, ആന്തരവൽക്കരിക്കുക എന്നൊരു പ്രോസസ്സ് നടന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ് ഒന്നാമത്, എല്ലാവരും ഞങ്ങൾക്ക് ചുറ്റും നിൽക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം. ആ ബോധത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതും KC വേണുഗോപാൽ മത്സരിക്കുന്നതും. മറ്റൊന്ന്, ദക്ഷിണേന്ത്യയിൽ വയനാട് പോലെ ഉറപ്പിക്കാവുന്ന ഒരു സീറ്റ് വയനാടല്ലാതെ വേറൊരു സീറ്റ് കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ കോൺഗ്രസ് സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയുന്നതൊക്കെ, രാഹുൽ ഗാന്ധിക്ക് ഉറപ്പിച്ചൊരു മണ്ഡലം എന്നുള്ളത് വയനാട് പോലെ കേരളത്തിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ തെലുങ്കാനയിലോ എവിടെ നോക്കിയാലും അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോഴേ നമ്മൾ ഇനിയിപ്പോൾ 39 ദിവസം മറ്റോ ഉണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന്, അല്ലെങ്കിൽ 39 ദിവസമാണ് പോളിംഗിലേക്ക് പോവുക. ഈ സാധാരണഗതിയിൽ ഈ 39 ദിവസത്തിനിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ സംഭവങ്ങളോ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആകെ മാറ്റിമറിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരമുണ്ട്, CAA ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രചരണമുണ്ട്, അത് 2 ക്യാമ്പിലും നടക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ മറ്റ് നയങ്ങളെ ചോദ്യം ചെയ്തിട്ടുള്ള സമരമുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടൊക്കെ വരുമ്പോൾ അതിനെ
ഡിസക്റ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രചരണമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ അടുത്ത 39 ദിവസത്തിനിടയിൽ ഉണ്ടാകാനിടയുള്ള എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ പോലും ഇതിനൊക്കെ മാറ്റിമറിക്കാൻ പാകത്തിനാണ് കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ വോട്ടിംഗ് അന്തരീക്ഷം എന്ന് നമ്മൾ കരുതണം. തീർച്ചയായിട്ടും ഈ ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്ന പാർട്ടി ഏറ്റവും നല്ല പാർട്ടി ആവാനുള്ള സാധ്യത. അത് അഴിമതിയൊക്കെ എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഏതാണ്ട് ഡീസെൻസിറ്റൈസ് എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം. അതൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ഉണ്ടാവും. ഇനിയിപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വയലൻസ്, ഒരു കൊലപാതകം അതുപോലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാവുകയും അത് ട്രിഗർ ചെയ്യുക ഈ സിദ്ധാർത്ഥൻ്റെ കേസ്, ഷുക്കൂർ കേസ്, TP കേസ്, അങ്ങനെ CPMൻ്റെ വയലൻസിൻ്റെ ഭാഗമാണിതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണത്തിന് സാധ്യതയുണ്ട്. ഒരുപക്ഷേ CPM വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിക്കാവുന്ന വലിയൊരു ദുരന്തം, ഏതെങ്കിലും ഒരു വളരെ ഒറ്റപ്പെട്ട അക്രമം പോലും, CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏതൊരു ചെറിയ അക്രമം പോലും ഇങ്ങനൊരു വലിയൊരു ക്യാൻവാസിൽ വികസിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത്രയും കാലം ഇവർ ശ്രമിച്ചത് TP കേസിൻ്റെ വിധി വന്നപ്പോൾ അത് വളരെ ശക്തമായി ഉന്നയിക്കാൻ നോക്കി, അത് നടന്നില്ല. സിദ്ധാർത്ഥൻ്റെ കേസിൽ അത് ഉന്നയിക്കാൻ നോക്കി, അത് വേണ്ടത്ര ഇതില്ല. അധ്യാപകൻ്റെ കേസിൽ നോക്കി അങ്ങനെ വേണ്ട രീതി നടന്നില്ല. ഇനിയൊരു സംഭവം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അതായിരിക്കും ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് ഒരു ഘടകം അതായിരിക്കും. അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, അത്തരം ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ തന്നെ അതിൻ്റെ ആഡ് ഓൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഘടകങ്ങൾ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഇതുമായി ചേർത്തുകൊണ്ട് ഒരു വലിയൊരു ക്യാമ്പയിൻ പുതിയൊരു പ്രശ്നമാവണമെന്നില്ല. ഇത് ഏതെങ്കിലും നമ്മൾ അവിചാരിതമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാവണമെന്നില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നത്തിൻ്റെ ഒരു സബ്സിഡറി ആയിട്ടുണ്ടാകുന്ന ഒരു ചെറിയ ഏത് പ്രശ്നങ്ങൾ പോലും ഇതിനെ ആളിക്കത്തിക്കാൻ വൈകാരികമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ പോലും വൈകാരികമായിട്ട് തന്നെയാണ് അവരുടെ വോട്ടിംഗ് ബിഹേവിയർ എന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതാണ്. അത് 2019 തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി കണ്ടതാണ്. പൊളിറ്റിക്സ് ആയിരുന്നില്ല, മറിച്ച് വൈകാരികമായിട്ടായിരുന്നു അവർ വോട്ട് ചെയ്യുന്നത്. അതുപോലുള്ള എന്തെങ്കിലും വൈകാരികമായ വിഷയങ്ങൾ ഈ 39-40 ദിവസത്തിനുള്ളിൽ ഉണ്ടാവാം. അത് ഈ ബാലൻസിനെ മാറ്റിമറിക്കാനുള്ള കഴിവും ഉണ്ടാവാം. റൈറ്റ്. നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗം മറിയാൻ പോകുന്നത് എന്നുള്ളത്. ഇതേ ബാലൻസ് ആവണമെന്നില്ല വോട്ടെടുപ്പ് അടുക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.